ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. എന്താണ് ഈ നിമിഷം യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ടുഡേയ്സ് മെസ്സേജ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. 3 ചാനൽസ് നമുക്കുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം. ആൻഡ് അനദർ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. അപ്പോൾ എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ടുള്ള സമയമൊക്കെ ആയിട്ടുണ്ടാവുക. ആൻഡ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടിവായോ, നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടു, ഹാപ്പി ആയിട്ടും സെറ്റായിട്ട് വന്നിരിക്കണേന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്താലോ? എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മെഡിറ്റേഷൻ്റെ ബൈറ്റ് വെക്കുന്നത് കൂടുതൽ റെസനേഷൻ സംഭവിക്കാനാണ്, നമ്മൾ പറഞ്ഞുല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് കളക്റ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നും ഇപ്പോൾ കേൾക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു റീഡിങ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന ടാരറ്റ് ഡക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ മെസ്സേജസ് ആണ് വരുന്നതെന്ന്. മെഡിറ്റേഷനിലായിരിക്കും. യൂണിവേഴ്സ് ഏഞ്ചൽസ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. യൂണിവേഴ്സ് ഏഞ്ചൽസ്, വാട്ട് യു നീഡ് ടു. ഷഫ്ലിംഗ് ഒക്കെ കാണാൻ ശ്രദ്ധിക്കുക. അത് കൂടുതൽ നിങ്ങളുടെ എനർജി സിങ്ക് ആവാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ഓക്കെ, ടെമ്പറൻസ് കാർഡ് ഫസ്റ്റ്ലി കിട്ടിയിട്ടുണ്ട്. ആൻഡ് എന്തൊക്കെയാണ് കളക്റ്റീവായിട്ട് ഇവർക്ക് കൊടുക്കാനുള്ള മെസ്സേജസ്. ഓക്കെ, നിങ്ങൾക്കുള്ളത് വരാണ്ട് എവിടെ പോവാൻ. ഓക്കെ, ദിസ് 2 more cards. And another one. Opportunity. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന നമ്മുടെ സ്പ്രെഡാണ് ഈ കാണുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനും നിങ്ങളെ അറിയിക്കാനുള്ള ചില പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ടെമ്പറൻസ് കാർഡ് ഫസ്റ്റ്ലി നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന എനർജി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതിൻ്റെ ഒരു ബിഗ് സിമ്പലാണ് ഈ ഒരു ടെമ്പറൻസ് കാർഡിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, എനിക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള എന്തോ ഒരു സംതിങ് സ്പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യം അത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ്, അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം കരുതാനായിട്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സുകളാണ് കാണുന്നത്. നെഗറ്റിവിറ്റി ഒട്ടും തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പോസിറ്റീവായിട്ടുള്ള എനർജീസ്, പോസിറ്റീവായിട്ടുള്ള ബ്ലെസ്സിങ്സ്, ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കാർഡിൽ നിന്നും എനിക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെടുന്നതിൻ്റെ ഒരു വലിയ സിഗ്നൽ ഈ ഒരു കാർഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ച നിങ്ങളുടെ വ്യക്തികൾ, നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്ത് വെച്ച നിങ്ങളുടെ വ്യക്തികൾ നിങ്ങൾക്ക് ആ കാത്തിരിപ്പിനൊരു അവസാനം ഉണ്ടാകുമോ എന്നാലോചിച്ച് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്ന നിമിഷങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഉണ്ടായിരുന്നിരിക്കാം. ഇനി അങ്ങനൊരു ഇത് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വരരുതെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേര് ഇരിക്കുന്നവരുണ്ടാവാം. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു മെസ്സേജ് എന്ന് എനിക്ക് പറയാം, മെസ്സേജ് എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ച കാര്യം, ഒരുപാട് പേര് ഈ ഒരു കാര്യം ജേണൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് 55 പ്രാവശ്യം, 75 പ്രാവശ്യം, 105 പ്രാവശ്യമൊക്കെ എഴുതി ജേണൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോർമലായിട്ട് എഴുതി വെച്ച കാര്യങ്ങളായിരിക്കും. വിത്തിൻ ഫ്യൂ മന്ത്സിനുള്ളിൽ നിങ്ങൾക്കതിനൊരു റെസൊല്യൂഷൻ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ഈ ഒരു
സിറ്റുവേഷനിൽ കാണുന്നത്. ആ സാഹചര്യത്തിന് നിങ്ങൾ പല കാര്യങ്ങൾക്കും ആൻസർ കൊടുക്കേണ്ടി വരും, പല സിറ്റുവേഷനും നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടി വരും. നിങ്ങളുമായിട്ട് ഇപ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കുന്ന ആ വ്യക്തിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ട്. ആ വ്യക്തിയുടെ ഫീലിങ്സ്, ആ വ്യക്തി ഏതൊക്കെ സിറ്റുവേഷനാണ്, ആ വ്യക്തി എന്തൊക്കെ അനുഭവിച്ചിട്ടാണ് ഇത്രയിടം വരെ എത്തിയത് എന്നീ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അത് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇത്രയ്ക്കും അധികം ആ വ്യക്തിയെ വെറുക്കുന്നതും അല്ലെങ്കിൽ ഇത്രയ്ക്കും അധികം ആ വ്യക്തിയെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിർത്തുന്നതും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്കൊരു ലൈഫ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്കൊരിക്കലും ഇല്ലാത്തൊരു കാര്യമാണ്. നിങ്ങളായിക്കോട്ടെ വളരെയധികം സെൻസിറ്റീവാണ്, തൊട്ടാവാടിയുടെ ഒക്കെ പോലെയാണ്. ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വാടും. പെട്ടെന്ന് തന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ വിഷമിക്കും, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ മനസ്സ് തകർന്നു പോകും. അത്തരത്തിലൊക്കെയുള്ളൊരു സ്വഭാവമുള്ള ആളുകളാണ് നിങ്ങൾ. സോ നിങ്ങളുടെ മാനസിക വിഷമം എത്രത്തോളം ഉണ്ടെന്ന് ആരെക്കാളും കൂടുതൽ നന്നായിട്ട് എനിക്ക് മനസ്സിലാകും ഈ കാർഡിൽ നിന്നും. യൂണിവേഴ്സ് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങളുടേത്. നിങ്ങൾ തമ്മിൽ ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്, മനസ്സിലായോ? അത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഒന്നാവുന്നത് വഴി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസിന്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു റെസൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ജോബ് നിങ്ങളൊരു കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു, ഫോർ എക്സാമ്പിൾ പറയുകയാണെ, നിങ്ങൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ജോബ്, നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള വ്യക്തികളായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഇപ്പോൾ റെസിൻ ആർട്സ് ചെയ്യുന്നവരോ നെയിൽ ആർട്ട് ചെയ്യുന്നവരോ അങ്ങനെ ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കാം. അപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് ആ മേഖലയിൽ ശോഭിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുതൽക്കൂട്ടെന്ന രീതിയിൽ ഈ വരുന്ന വ്യക്തി, നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അടുപ്പിക്കുന്ന ഈ വ്യക്തി അതിന് മുതൽക്കൂട്ടായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തരുന്നു. ഫസ്റ്റ് ക്യാപിറ്റൽ എന്ന പോലെ കുറേ കാര്യങ്ങൾ ക്യാഷായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് ഹാപ്പിയാക്കാൻ നോക്കുന്നു. അവർ നിങ്ങളെ ഹാപ്പിയാക്കാൻ നോക്കുന്നതാണ്. പക്ഷേ അത് നിങ്ങളുടെ ലൈഫിൻ്റെ പല അച്ചീവ്മെൻറ്റ്സും നേടിത്തരുന്ന ഒരു സ്റ്റേജിലേക്ക് അത് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങളത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കരുക്കൾ നീക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ആലോചിച്ച് വിഷമിക്കരുത്. മഴവില്ലോ 111 ഒക്കെ 333 555 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ ട്രാൻസ്ഫോർമേഷൻ ജേണി. നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരിക്കലും സങ്കടപ്പെടാതിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അതുപോലെ തന്നെ അത് എഫേം ചെയ്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. എനിക്ക് പറയാനുള്ളൊരു കാര്യം, കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നില്ല, ഇപ്പോൾ എന്നല്ല, കുറേ നാളുകളായിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ചെയ്യാറേ ഇല്ല, വളരെ കുറവാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനങ്ങനെ ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കും. ആൻഡ് പണ്ടത്തെ വീഡിയോസ് കണ്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നവർ എങ്കിൽ വീഡിയോൻ്റെ ഡേറ്റും കൂടെ നോക്കുക. നമ്മൾ ആ ഒരു ദിവസത്തെ ഒരു ഓഫർ പോലെ ഇട്ടതായിരിക്കും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ട് ഡേറ്റും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ. ഞാനപ്പോൾ റിപ്ലൈ തരുന്നില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടണ്ട. ഇതുപോലെ ഓഫേഴ്സ് ഇനിയും നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ ഓഫേഴ്സ് വരുമ്പോൾ അത് കറക്റ്റ് കിട്ടാൻ നമ്മുടെ 3 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.